ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ പോകുന്നത് കെൻഡക്കി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്കാണ്. നമ്മുടെ മിഷിഗണിയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. ഇത് ഏതാണ്ടൊരു 6 മണിക്കൂറോളമൊക്കെ ഉണ്ട് മിഷിഗണിയിൽ നിന്ന് കെൻഡക്കിയിലേക്ക്. അപ്പം ഞങ്ങൾ പോകുന്നത് ഒഹായോ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു ഒഹായോയിൽ സിൻസിനാറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി. അപ്പം അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നത് ഒരു 5 days ട്രിപ്പിനാണ്. അപ്പോൾ അതിലൊരു 2 ദിവസം ട്രാവലിനായിട്ട് പോകും. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്കൊരു ഫസ്റ്റ് ഡേ ആയിട്ട് കൂട്ടാം. അപ്പം ആദ്യം നമ്മൾ പോകുന്നത് ഈ സിൻസിനാറ്റിയിലാണ്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ കെൻഡക്കിയിലേക്ക് പോകും. കെൻഡക്കിയിൽ ലണ്ടൻ എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഇന്ന്. പിന്നെ അവിടുന്ന് അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ അതായത് ബാക്കി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടെ അടുത്താണ് അവിടുന്ന്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റേ എടുത്തത്. ഈ സിൻസിനാറ്റിയുടെ ഡൗൺ ടൗൺ ഏരിയയിലാണ് കുറേ കൂടി നല്ല സ്ട്രക്ചേഴ്സും ബിൽഡിങ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ട് എനിക്ക് തോന്നുന്നത് റിസഷൻ വന്നിട്ടൊക്കെ പൊളിഞ്ഞു പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് സ്റ്റിൽ അവിടെയും. പക്ഷെ എന്നാലും ഡൗൺ ടൗൺ ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പറയുന്ന ബ്രിഡ്ജും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒരു പബ്ലിക് പാർക്കിങ്ങിന് ഏരിയ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റി. അവിടെ തന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിലൊരു പാർക്കും ഉണ്ടായിരുന്നു, ഒരു വാട്ടർ ഫ്രണ്ട് പാർക്ക്. അപ്പം അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് നടന്ന് അവിടുത്തെ ആ ഒരു ബ്രിഡ്ജൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ആ ബ്രിഡ്ജൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടെ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ നല്ല തണുപ്പുണ്ടായിരുന്നു അന്നത്തെ ദിവസം. തണുപ്പ് കൂടാനുള്ള കാരണം അന്ന് നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു ദിവസം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പബ്ലിക് പാർക്കിംഗ് ഇല്ലേ, അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വാട്ടർ ഫ്രണ്ട് പാർക്കിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ബ്രിഡ്ജ് കാണാം. ഈ ഒരു ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെയൊക്കെ ഒരു സ്റ്റൈലുണ്ടായിരുന്നു ഈ ഒരു ബ്രിഡ്ജിനും. കാരണം ഈ ബ്രിഡ്ജ് നിർമ്മിച്ചതും ഡിസൈൻ ചെയ്തതും നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ സെയിം ആ ഒരു ഡിസൈനർ, ആ ഒരു സിവിൽ എഞ്ചിനീയർ തന്നെയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേരും. ജോൺ എ റോബ്ലിംഗ് എന്നാണ് ആ ഒരു ഡിസൈനറിൻ്റെ പേര്. ആ ഒരു പേര് തന്നെയാണ് ഈ ബ്രിഡ്ജിന് കൊടുത്തിരിക്കുന്നതും. ഈ ബ്രിഡ്ജിൻ്റെ അങ്ങേയറ്റം നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് കെൻഡക്കിയാണ്. അപ്പോൾ കെൻഡക്കി അപ്പുറത്തെ സൈഡ് കെൻഡക്കിയും ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ഒഹായോ, അതായത് ഒഹായോയുടെ സിൻസിനാറ്റിയാണ് കാണുന്നത്. അപ്പുറത്ത് കെൻഡക്കിയുടെ കവിങ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല കാറ്റുള്ള ദിവസമായിരുന്നു. ആ ഒരു കാറ്റിൻ്റെ ശക്തി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അത്രയ്ക്ക് കാറ്റുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാറ്റടിക്കുമ്പോൾ നമുക്ക് ഈ ലേക്ക് സൈഡും കൂടെ ആകുമ്പം നല്ല തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ആ ഒരു ദിവസം. ഈ കാണുന്നത് ഒഹായോ റിവറാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ നടുക്ക് കാണുന്നത് ഈ കെൻഡക്കിയുടെയും ഒഹായോയുടെ ഇടയ്ക്കുള്ളത്. അവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എൻ്റെ കൈയൊക്കെ നല്ല മരവിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് പോവുകയാണ് ചെയ്തത്. ആ ബ്രിഡ്ജിൽ നമുക്ക് നടക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുകളിൽ കയറുമ്പം തണുപ്പ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരെ കെൻഡക്കിയിലേക്ക് യാത്ര തിരിച്ചു. ഈ കാണുന്നത് ഈ ഒരു ബ്രിഡ്ജാണ്, കെൻഡക്കിയും ഒഹായോയും കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ്. അതിനപ്പുറത്ത് നമുക്കൊരു റെയിൽവേ ബ്രിഡ്ജും കാണാം. ആ റെയിൽവേ ബ്രിഡ്ജ് ഏതാണ്ട് ഒരുപാട് തുരുമ്പിച്ച് പഴകിയൊരവസ്ഥയായിരുന്നു കേട്ടോ കണ്ടാൽ. ഒഹായോയിലൊന്ന് കെൻഡക്കിയിലേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അതായത് ടെറൈനിലൊക്കെ കുറേ കൂടി മാറ്റങ്ങളുണ്ടായിരുന്നു. കുറച്ചുകൂടെ കുന്നുകളൊക്കെ ആയിട്ട് ഉള്ളതുപോലെ തോന്നി. അതുപോലെ തന്നെ വീടുകളൊക്കെ
ഈ കുന്നിൻ്റെ മുകളിലേക്കൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാം. ലൈക്ക് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലാണ് വീടുകളൊക്കെ കുറേയൊക്കെ കാണാൻ പറ്റിയത്. അപ്പം ഈ ഒരു വീഡിയോ നമുക്കത് കാണാം. ഈ കാണുന്നില്ലേ, ഇതൊക്കെ ഭയങ്കര അടുത്തടുത്ത് വെച്ചേക്കുന്ന പോലാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ പറഞ്ഞ വെക്കേഷൻ ഹോംസൊക്കെയാണോ ഇത് പണിയുന്നതെന്നൊന്നും അറിയത്തില്ല. ആ മുകളിൽ കാണുന്ന വീടുകളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞ പോലെ ഉണ്ട് കാണാനായിട്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല സിറ്റിയുടെ വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ അതനുസരിച്ചാണ് കുറേ അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നു. പിന്നെ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇതുപോലത്തെ സ്റ്റോണുകളൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇത് ലൈം സ്റ്റോൺ ആണ്. കെൻഡക്കിയിൽ കൂടുതലായിട്ടും കാണുന്നത് ലൈം സ്റ്റോൺ ആണ്. ഇതുപോലത്തെ സ്റ്റോണുകളൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇവർ റോഡുകൾ മിക്കതും പണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഒരു 4-4:30 ആയിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഫുള്ളി ഇരുട്ടാവും ഇവിടെ. അപ്പോഴത്തേനൊക്കെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങും. ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ പിറ്റേ ദിവസം ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഈ കെൻഡക്കിയിലുള്ളൊരു നാഷണൽ ഫോറസ്റ്റിലേക്കാണ്. ഈ നാഷണൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു നാഷണൽ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഈ കെൻഡക്കി ടെനസി ബോർഡർ മുതൽ നമ്മുടെ ഒഹായോ വരെ ഇല്ല, അത് തൊട്ട് മുമ്പ് വരെ എൻഡ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണത്. ആ ഒരു ഫോറസ്റ്റ് ഏരിയ പറയുന്നത് ഡാനിയൽ ബൂൺ നാഷണൽ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുള്ളിൽ തന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇങ്ങനത്തെ നാച്ചുറൽ ഫോർമേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് അതുപോലത്തെ ഒരു ഫോർമേഷൻസ് ഒക്കെ കാണാനായിട്ടാണ്. പിന്നെ ഈ ഒരു നാഷണൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാലും ഇതിനുള്ളിൽ റോഡൊക്കെ നല്ല അടിപൊളി റോഡ്സ് ആയിരുന്നു. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡായിരുന്നു. പിന്നെ കുറച്ച് വീതി കുറവായിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം, പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതിൽ കുറേ വളവും തിരിവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറയുന്ന ഈ സീസൺ ആയതുകൊണ്ട് തന്നെ മരങ്ങളിലൊന്നും ഇലകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. സമ്മറിലാകുമ്പം കുറച്ചുകൂടെ ഇലകളൊക്കെ വരുമ്പം കുറച്ചുകൂടെ തിക്കായിരിക്കും. അവിടെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വെളിച്ചമൊക്കെ അവിടെ വരുമെന്ന്. ഇപ്പം ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ മരങ്ങളൊക്കെ ഇലകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കുറേ പാറകളൊക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. നല്ല നല്ല പാറകളും അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്തൂടെ ഒഴുകുന്ന ഒരു റിവർ അതിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്ക്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സമ്മറിലാകുമ്പം തിങ്ങി ഇങ്ങനെ ഇലകളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഉള്ളിലെ വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കംബർലാൻഡ് ഫോൾസ് ഉള്ളത്. അതൊരു വാട്ടർഫോൾസ് ആണ്. അപ്പം ഈ ഒരു വാട്ടർഫോൾസ് നമുക്ക് പിന്നെ കാണാം. ആദ്യം നമുക്ക് പോയിട്ട് നാച്ചുറൽ ആർച്ച് കണ്ടിട്ട് വരാം. ഇതുവഴി ഇറങ്ങിയിട്ടാണ് കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് നമ്മുടെ കംബർലാൻഡ് ഫോൾസിലേക്ക് പോകാനുള്ള വഴി അതാണ്. നമ്മളിനി വേറൊരു ബ്രിഡ്ജിലേക്കാണ് കയറുന്നത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേരെന്ന് പറയുന്നത് എഡ്വേർഡ് മോസ് കാറ്റ്ലിഫ് മെമ്മോറിയൽ ബ്രിഡ്ജ് എന്നാണ്. ഈ ബ്രിഡ്ജിൻ്റെ നടുക്കൂടെ ഈ ഒഴുകുന്ന ഈ ഒരു റിവറാണ് നമ്മുടെ കംബർലാൻഡ് റിവർ എന്ന് പറയുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കെൻഡക്കി സീനിക് ബൈവേ ആണ്. കംബർലാൻഡ് ഫോൾസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നാച്ചുറൽ ആർച്ചിലേക്ക്. അവിടുന്ന് ആ ഒരു റോഡ് നമ്മൾ മെയിൻ റോഡിലേക്കാണ് ഇറങ്ങുന്നത്. പിന്നെ ഇവിടുന്ന് വേറൊരു നാച്ചുറൽ ആർച്ചിലേക്കുള്ള റോഡിലേക്കാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ നാച്ചുറൽ ആർച്ചിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ ദിവസം ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്കതുകൊണ്ട് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങളതുകൊണ്ട് അവിടെ തന്നെ പാർക്ക് ചെയ്തു. അധികം തിരക്കൊന്നുമില്ല. സമ്മറൊക്കെ ആകുമ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ അധികം പാർക്കിംഗ് ലോട്ട്സും കുറവാണ്. പിന്നെ ഇവിടെയൊക്കെ ക്യാമ്പിങ്ങിനും അതിനൊക്കെ നേരത്തെ ബുക്ക് ചെയ്യുകയൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് വണ്ടി പാർക്ക് ചെയ്തു. ഈ ഒരു ഏരിയ, ഈ ഒരു നാച്ചുറൽ ആർച്ചിൻ്റെ ഒരു ഓവർലുക്കിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അത് ഈ ഒരു പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി നമുക്ക് ആ ഒരു ഓവർലുക്കിലേക്ക് എത്താനായിട്ട്. ഇതാണ് ഈ ഒരു നാച്ചുറൽ ആർച്ച് എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് ഫോം ചെയ്ത ഒരു ആർച്ചിൻ്റെ ഷേപ്പുള്ള റോക്കാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള ആർച്ചസ് പോലുള്ള റോക്സുകൾ കുറേ നമുക്ക് കെൻഡക്കിയിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. 2000-ലധികം റോക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്. ഫോൾ കളേഴ്സൊക്കെ ആകുമ്പം അവിടുത്തെ മരങ്ങളിലൊക്കെ കളറ് മാറി കാണുമ്പം കുറച്ചും കൂടെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പക്ഷേ ഈ ഒരു സമയത്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ട്രെയിൽസൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ട്രെയിൽസിൽ നടക്കാനൊക്കെ സാധിക്കും. ഞങ്ങൾ പിന്നെ ട്രെയിലിലൊന്നും പോയില്ല, കാരണം നല്ല തണുപ്പായിരുന്നു. നല്ല കാറ്റും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങോട്ട് നടക്കാനായിട്ട് പോയില്ല, കാരണം കുറച്ചധികം നടക്കാനുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ നടന്നേനെ. പക്ഷേ ഈ ഒരു തണുപ്പത്ത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അവിടം വരെ എത്താനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ നടന്നില്ല. പിന്നെന്താണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട്. ഈ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ഒരു നാച്ചുറൽ ആർച്ചായിട്ട് മാറുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഇറോഷൻ മൂലമാണ് കേട്ടോ ഈ ഒരു നാച്ചുറൽ ആർച്ച് ഫോം ചെയ്തത്. ഇത് സാൻഡ് സ്റ്റോൺ ആണിത്. അതുവഴി അതിൽ വെള്ളം ഊർന്ന് അതിൻ്റെ ക്രാക്സിലൊക്കെ വെള്ളം ഊർന്നിട്ടൊക്കെയാണ് ഇറോഷൻ സംഭവിച്ചിട്ടൊക്കെയാണ് ഇങ്ങനൊരു ആർച്ചായിട്ട് അത് ഫോം ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് വന്ന വഴിയെ തന്നെ നമ്മുടെ കംബർലാൻഡ് ഫോൾസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അവിടെ കുറച്ചധികം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫോൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്കൊക്കെ അവർ ഈ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് കുറേ കാണാൻ പറ്റിയിരുന്നു. ഇവിടെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്നത് അവരുടെ വിസിറ്റർ സെൻറ്ററും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഷോപ്സൊക്കെയാണ്. വിസിറ്റർ സെൻറ്ററിൽ നമ്മൾ തിരിച്ച് വരുമ്പം കയറുന്നുണ്ട്, അതുപോലെ ഗിഫ്റ്റ് ഷോപ്പിലും കയറുന്നുണ്ട്. ഇവിടെ മൂൺ ബോയെ പറ്റിയാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഇവിടെ മാത്രമാണ് മൂൺ ബോ കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. മൂൺ ബോ എന്ന് പറയുന്നത് ഫുൾ മൂൺ ഡേയിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു ആർച്ച് പോലത്തെ ഒരു സംഭവം, അതായത് റെയിൻബോയുടെ ഒക്കെ കൂട്ട് തന്നെ ഉള്ളൊരു സംഭവമാണ് മൂൺ ബോ എന്ന് പറയുന്നത്. ഫുൾ മൂൺ സമയത്താണ്. അതിന് സ്പെഷ്യൽ ഡേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് അവർ ഓൾറെഡി നേരത്തെ ഇവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷത്തെയും ഈ മൂൺ ബോ കാണാൻ പറ്റുന്ന ഡേറ്റും സമയമൊക്കെ. മിക്കതും രാത്രിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ക്ലിയർ സ്കൈയും അതുപോലെ തന്നെ ഫുൾ മൂണും ഉള്ള സമയങ്ങളിലാണ് മൂൺ ബോ കാണുന്നത്. അപ്പം അത് കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിലൊരു അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അതിന് ഈ ഒരു മൂൺ ബോ ഇൻ എന്നാണ് അതിന് പറയുന്നത്. അതിന് ഈ ഒരു ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് പേര് കിട്ടിയത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് മൂൺ ബോ, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ റെയിൻബോ കാണാൻ പറ്റിയിരുന്നു. നല്ലൊരു ഫോഴ്സ് ആയിട്ടുള്ള വാട്ടർഫോൾ, പിന്നെ സണ്ണി ഡേ ആയതുകൊണ്ടാണ് റെയിൻബോ കാണാൻ പറ്റി. അത് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ അവർ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ തണുപ്പായതുകൊണ്ടും ഈ ഒരു സീസൺ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സമ്മറിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ, ഉറപ്പാണ്.
പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഭയങ്കര ശക്തിയായിട്ട് വെള്ളം വീഴുന്നല്ല അല്ലേ? ശക്തിയായിട്ട് വെള്ളം വീഴുന്നു, ഭയങ്കര ശക്തിയായിട്ട് വെള്ളം വീഴുന്നു. ഇതല്ല അവിടെ പോയ അടിപൊളിയായിട്ട്. ഓ നല്ല ഫോഴ്സ് ഉണ്ട്. കണ്ണാടി ഊരുമ്പം കാണാം, അല്ലെങ്കിലും കാണാം. അവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് വേറൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ്. അതായത് ഈ ഒരു വാട്ടർഫോൾസ് നമുക്ക് പല പല വ്യൂ പോയിന്റിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിക്ക് കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു വ്യൂ പോയിന്റിലേക്ക് പോകണം. ഇത് കുറച്ചും കൂടെ ഒരു അടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്നുള്ള ഒരു വ്യൂ. ഇത് രക്ഷയില്ല. അപ്പോൾ ഈ കാണുന്നത് കമ്പർലാൻഡ് റിവറാണ്. ഈ കമ്പർലാൻഡ് ഫോൾസിനെ നയാഗ്ര ഓഫ് ദ സൗത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നടന്നിട്ട് വേറൊരു വ്യൂ പോയിൻ്റിൻ്റെ അടുത്തേക്കാണ് കേട്ടോ എത്തിയത്. ഈ കമ്പർലാൻഡ് ഫോൾസിലും കുറേ ട്രെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ട്രെയിൽ വഴിയൊക്കെ പോയി ഇതിനപ്പുറം വേറെ ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്, ഒരു ഈഗിൾ വ്യൂ വാട്ടർഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ നമുക്ക് പോകാം. പിന്നെ ഈ തണുപ്പായതുകൊണ്ട് ഞങ്ങൾ അധികം നടക്കാനൊന്നും പോയില്ല. നമ്മൾ ആദ്യം കണ്ട വ്യൂ പോയിന്റിൽ കുറച്ചും കൂടെ വാട്ടർഫോൾസ് അടുത്ത് നിന്നുള്ളൊരു വ്യൂ ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പം കുറച്ചും കൂടെ ഒരു വൈഡായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഫോൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് മേക്കിംഗ് ബേബി വാട്ടർഫോൾസ്. വാട്ടർഫോളിന്റെ ജേർണിയാണ് കാണിച്ചിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ്. കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ്. ഓ ദേ അവിടെ വെള്ളം വീഴുന്നുണ്ട്. എവിടെ? ദോ ഇല്ല കേജ്. ഇതുവഴി താഴേക്ക് നമുക്ക് ഇറങ്ങിയൊക്കെ പോകാം കേട്ടോ. അവിടെ പടിയുണ്ട്.
അപ്പോൾ അതുവഴിയൊക്കെ പോയ വേറെ ട്രെയിൽസൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. ഞങ്ങൾ പിന്നെ എന്തായാലും പോയില്ല, കാരണം തണുപ്പായതുകൊണ്ട് പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ അടുത്ത വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. പിന്നെ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 125 അടിയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ആ വിസിറ്റർ സെൻറ്ററിലാണ് കേട്ടോ കയറിയത്. അവിടെ ഈ കെൻഡക്കിയുടെ കുറേ ഡീറ്റെയിൽസും പിന്നെ ഇതുപോലത്തെ കുറേ ടാങ്കിൽ കുറേ ആമകളും അതുപോലത്തെ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. കെൻഡക്കിയിലെ ഓരോ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റി. പണ്ട് കാലത്തെ ഓരോരോ കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. ചെറിയൊരു മ്യൂസിയം പോലെ. എല്ലാ പാർക്കുകളിലും ഇതുപോലത്തെ കുറേ വിസിറ്റർ സെൻറ്റർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള മിക്ക പാർക്കുകളിലും വിസിറ്റർ സെൻറ്റർ ഉണ്ട്. അവിടെ ഇങ്ങനത്തെ കുറേ ആനിമൽസിൻ്റെ ഈ പറയുന്ന പോലെ തോലുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയും കുഞ്ഞു കുഞ്ഞു മീനുകളും അതുപോലെ തന്നെ ആമകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഓരോ പേരുകളും അവരിട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തോ ചെറിയത് പുഴു സാധനം വേഗം പോലെ ഇരിക്കുന്നുണ്ട്. ഫുഡ് കൊടുത്താണോ ഇനി? അങ്ങനെ കമ്പർലാൻഡ് ഫോൾസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളിനി പോകുന്നത് ട്രൈ സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് കാണാനായിട്ടാണ്. ട്രൈ സ്റ്റേറ്റ് എന്ന് പറയുമ്പം ആ ഒരു പോയിന്റിൽ നമ്മുടെ 3 സ്റ്റേറ്റുകൾ ഒരുമിക്കുന്ന ഒരു പോയിൻ്റാണത്. നമ്മുടെ ഈ കെൻഡക്കി, ടെനസി അതുപോലെ തന്നെ വിർജീനിയ, ഈ 3 സ്റ്റേറ്റുകൾ ഒന്നിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഞങ്ങൾ പോകുന്നത് ഒരു പിനക്കിൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഓവർലുക്ക് ഏരിയയാണ്. അതായത് അവിടെ നിന്നൊരു നല്ല ഹൈറ്റിലാണ് അതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് ഒരു വലിയൊരു വ്യൂ പോയിൻ്റാണത്. ഇത് കമ്പർലാൻഡ് ഗ്യാപ്പ്, അതൊരു നാഷണൽ ഹിസ്റ്റോറിക് പാർക്കാണ്. ഇതുവഴിയാണ് നമ്മൾ ആ ഒരു സീനിക് ഏരിയയിലേക്ക് പോകുന്നത്. നമ്മൾ വണ്ടി ഓടിച്ച് നല്ല ഉയരത്തിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. നല്ല വളവും തിരിവും ഒക്കെ ആയിരുന്നു. ചില സ്ഥലത്തൊക്കെ റോഡിൻ്റെ വീതി വളരെ കുറവായിരുന്നു. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ടും. നല്ല വ്യൂ ആണുള്ളത്. രക്ഷയില്ല. നീ വിർജീനിയയില അതിപ്പോൾ ഞങ്ങളിപ്പം വിർജീനിയയിലാണുള്ളത്. ഞങ്ങൾ പാർക്ക് ചെയ്ത ഭാഗം ഏതാണ്ട് കെൻഡക്കിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോർഡർ, ഒരു സെറ്റിൽമെൻറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഈ പിനക്കിൾ വ്യൂ പോയിൻ്റ് നമുക്കൊരു വിർജീനിയ, അതിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ടെനസിയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ കെൻഡക്കിയുടെ ഭാഗങ്ങളും വിർജീനിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ 3 സ്റ്റേറ്റും ഒന്നിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതിനെയാണ് ട്രൈ സ്റ്റേറ്റ് പീക്ക് എന്ന് പറയുന്നത്. ട്രൈ സ്റ്റേറ്റ് പീക്കിൽ പോകാനായിട്ട് കുറച്ച് നടന്ന് ഒരു കുന്നിൻ്റെ മുകളിലാണ് അത് ഉള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റുമില്ലെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്ക് പോകാനാണ് നോക്കിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഒരു ഓവർലുക്കിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു, അത് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ എഴുതിയിട്ടുണ്ട്, കരടിയൊക്കെ ഉണ്ട്, സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വഴി കുറച്ചൊരു
നേരെ സ്മൂത്തായിട്ടുള്ള ഒരു വഴിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയതുമില്ല. പിന്നെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, കാടൊക്കെയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല. വേറൊരു വഴി ഉണ്ടെന്നിങ്ങനെ അറിഞ്ഞു. അപ്പം അവിടെ ചെന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഈ ഒരു വ്യൂ പോയിൻ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് 3 സ്റ്റേറ്റിൻ്റെയും ഭാഗങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആദ്യം നമ്മൾ കണ്ട ആ സൈഡ് വിർജീനിയയുടെ ഭാഗങ്ങൾ, പിന്നെ കെൻഡക്കിയുടെ ഭാഗങ്ങൾ, പിന്നെ ഇവിടെ ആ കാണുന്നത് കംബർലാൻഡ് ഗ്യാപ്പ് ടൗണാണ്, അത് ടെനസിയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ അവിടെ കണ്ടോ? ഇത് വിർജീനിയ. കെൻഡക്കി വിർജീനിയയിലോട്ട് വിട്ടു, ഞാൻ കെൻഡക്കിയിലോട്ട് പോകും. ബൈ. ചാടിക്ക ചാടിക്ക. എങ്ങോട്ടാ നിനക്ക് പോണ്ടേ? നിനക്ക് എങ്ങോട്ടാ പോണ്ടേ? വിർജീനിയ പോണോ കെൻഡക്കി പോണോ? എങ്കിൽ പോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു അയൺ ഫർണസ് എന്നാണ് പറയുന്നത്. പണ്ടുള്ളവർ അയണൊക്കെ മെയ്ഡ് ചെയ്തിരുന്നൊരു സ്ഥലമാണത്. അപ്പം അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഒരു ടണൽ വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ ടണലിനപ്പുറം ടെനസിയാണ്. വെൽക്കം ടു ടെന്നസി. ഈ ഒരു വഴിയെ നമുക്ക് ട്രൈ സ്റ്റേറ്റ് പീക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞങ്ങൾ അയൺ ഫർണസ് കാണും, അത് കഴിഞ്ഞിട്ട് അതുവഴി ട്രൈ സ്റ്റേറ്റ് പീക്കിലേക്ക് പോവാണ്. ഞാൻ വിളിച്ചു നിൽക്കുന്നതല്ലേ. അയൺ ഫർണസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്? ഓ, ഇവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇൻഡസ്ട്രിയൽ സംതിങ് ഉണ്ടായിരുന്നു. അയൺ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. പാമ്പുണ്ട്.
ഇതിപ്പോൾ ഞങ്ങൾ നടന്ന് ആ ഒരു ട്രൈ സ്റ്റേറ്റ് പീക്കിൻ്റെ പകുതി ദൂരം എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും നല്ല ക്ഷീണിച്ചു കേട്ടോ. നല്ല തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഫുള്ള് കയറ്റമായിരുന്നു അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തണുപ്പിൻ്റെയും കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറേയും കൂടി നമ്മുടെ എനർജി പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് തന്നെ തോന്നുന്നു 4 വർഷം എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഫോറസ്റ്റിന് വീട് വെച്ചത് മിനിമം 250 വർഷം. നമ്മൾ കുറേ ട്രെയിൽസ് പോയിട്ടുണ്ട്, പക്ഷേ ഒരു ട്രെയിലിൽ ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നി തണുപ്പിൻ്റെയും കൂടെ ആണെന്ന്. തണുപ്പ് കൂടുമ്പോൾ നമുക്ക് എന്താ പറയുക, പിന്നെ ഉയരം കൂടുന്തോറും ഓക്സിജൻ്റെ അളവൊക്കെ കുറച്ചും കൂടെ കുറയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും, അറിയില്ല. എന്തായാലും നല്ല കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുള്ളി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നടക്കുന്ന ഫുള്ളായിട്ട് വഴികളൊക്കെ കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ ഇളകിയൊക്കെ കിടക്കുന്ന ഒന്നും പേർവ്ഡായിട്ടുള്ള വഴികളൊന്നും അല്ല, എല്ലാം നാച്ചുറൽ വഴികളായതുകൊണ്ട് അതുപോലെ തന്നെയുള്ള ഒരു കുന്നും മലയൊക്കെ താണ്ടിയാണ് നമ്മൾ വന്നത്. അങ്ങനെ അവസാനം എന്താ ഞങ്ങൾ ട്രൈ സ്റ്റേറ്റ് വീക്കിൽ എത്തിയിരിക്കുകയാണ്. കുറേ ബുദ്ധിമുട്ടിയെങ്കിലും നമുക്ക് ഇവിടെ എത്താൻ പറ്റി. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും. കെൻഡക്കി ഞാനിപ്പോൾ ഉള്ളത് കെൻഡക്കിയിൽ, പിന്നുള്ളത് ഇത് വെർജീനിയ, ഇനി അടുത്തത് ടെനസി. ട്രൈ സ്റ്റേറ്റ്. നല്ല വ്യൂ, എക്കോ ഇവിടെ, നല്ല കാറ്റുണ്ട്. നടന്നു വന്നിട്ടേ ദേഹം ചൂടായിട്ട് തണുത്ത കാറ്റടിക്കുമ്പോൾ ബോർഡർ ലൈൻ 3 സ്റ്റേജിന്റെ നടുക്ക്. അപ്പോൾ ചേട്ടൻ നിൽക്കുന്ന കേട്ടോ. ഞാനിപ്പോ 3 സ്റ്റേറ്റിന്റെ നടുക്ക്. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ, ഏതാണ്ട് സർവേയുടെ എന്തോ പതിച്ചിട്ടുണ്ടോ, സ്റ്റേറ്റും തിരിച്ചിട്ടുള്ള സർവേയുടെ. അങ്ങോട്ട് കൊണ്ടിക്ക്, അങ്ങോട്ട് കൊള്ളാല്ലേ? കയറി വരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു ഹൈക്കിങ് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നു തണുപ്പുള്ളത് കൊണ്ടാണ്. സമ്മർ ടൈമിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം പിന്നെ കയറ്റമാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും കാണും, പക്ഷേ കുഴപ്പമില്ലായിരിക്കും. പിന്നെ കരടിയൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ വിൻ്റർ ആയതുകൊണ്ടായിരിക്കാം. സമ്മറിൽ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ പേര് പോകുന്നുണ്ട്. ആ സമയത്ത് കുറേയും കൂടെ ആൾക്കാരുണ്ടായിരിക്കും സമ്മർ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ കണ്ട അയൺ ഫർണസിൻ്റെ ഭാഗം വിർജീനിയയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിനി നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഇനി നമുക്ക് ബാക്കി ദിവസങ്ങളിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.